നേരിട്ട് കാണാറുണ്ട്. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കും കുറച്ചേരം. പാമ്പ് വന്നാൽ നോർമലി എല്ലാവരും ഓടും, ഇപ്പോൾ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് കുറച്ചേരം ഇങ്ങനെ ആലോചിക്കും എന്താ ചെയ്യുക. പാമ്പ് തന്നെയാണെന്ന് കൺഫേം ആയിട്ട് ഞാൻ നിലവിളിക്കുള്ളൂ. കൺഫേം ചെയ്യാൻ അത് നീളം നോക്കിയിട്ടാണോ കൺഫേം ചെയ്യാ? അങ്ങനെയല്ല. ഇവൾക്ക് എന്ത് കണ്ടാലും പാമ്പ് പോലെ തോന്നും. ഒരു പാമ്പിനെ കണ്ട അവിടെ നിൽക്കും. പിന്നെ അവിടെ കുറച്ചേരം നിന്ന് ഒന്ന് ആലോചിച്ച് നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പാമ്പോട് പേടിച്ച് ഓടും. ഇതൊന്നുമില്ല, സ്റ്റക്കായി അവിടെ നിൽക്കും, പേടിച്ച് നിൽക്കും അവിടെ. അവിടെയാണെങ്കിൽ കൂടുതൽ പാമ്പ് എപ്പോഴും ഉണ്ടാവും അവിടെ. അത് പാമ്പ് ഒന്നും ചെയ്യില്ല, ആ വഴിക്ക് പൊക്കോളും. ഇവിടെ പേടിച്ച് നിന്നിട്ട് അങ്ങനെ നിൽക്കും കുറച്ചേരം. ആ പാമ്പൊക്കെ പോയി കഴിഞ്ഞു. അവിടെ ഇപ്പൊ പച്ചയുടെ കൈ പിടിച്ചിട്ട് നാട്ടും പുറത്തൊക്കെ നടക്കുന്നുണ്ടാവും അല്ലേ? അമ്മയുടെ കൈ പിടിച്ചിട്ട് പച്ചെപ്പോഴും ഉണ്ടാവും. ഞാൻ വെള്ളം വരാൻ പോയില്ല, അമ്മന്റെ കൂടെ പോകും എപ്പോഴും. അപ്പൊ അമ്മയുടെ കൈ പിടിച്ചിട്ട് ഐ മീൻ ആ വഴി കൂടെ പോണ സമയത്ത് കുറച്ച് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ ഏരിയ എനിക്ക് പേടിയാ. അപ്പൊ ഞാൻ ഇങ്ങനെ കുടവും ഉണ്ടാവും, ചെറിയ കുടമാണ്, പ്ലാസ്റ്റിക് കുടമുണ്ട്. അപ്പൊ അതും ഒരു വടിയും പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ട് പോകും. എല്ലാരും പട്ടിയൊക്കെയാണ്. എല്ലാവർക്കും അറിയാം, അവിടുത്തെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം മിക്ക വെള്ളം കോരാൻ പോകുന്നുണ്ട്. ഞാൻ അറിയിച്ചിട്ടാ പോവുള്ളൂ. ഇങ്ങനെ അടിച്ചിട്ട് എനിക്ക് ഭയങ്കര പേടി. എപ്പൊ പോകുമ്പോൾ അവിടെ ഉള്ള പിള്ളേരെ എല്ലാം വിളിച്ചിട്ടേ പോകുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് അവർക്ക് എല്ലാവർക്കും വെള്ളം കോരാൻ പോകണം. അപ്പൊ ഒരു ടൈം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവര്. എന്നിട്ട് ആ ഒരു ടൈമിലാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുക. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. അതും എല്ലാവരുടെയിലും രണ്ടും വലിയ കുടമൊക്കെ ഉണ്ടാവും. ഞാൻ അതിന് കുഞ്ഞു കുടത്തില് കൊണ്ടുപോകും. ഇത്രയും ദൂരം പോയിട്ട് പാമ്പിനെയും പേടിച്ചിട്ട് പോയിട്ട് ഇത്രയും ചെറിയ കുടത്തിൽ എടുത്തിട്ട് വരും അല്ലേ? അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ അമ്മ വെള്ളം കോരണ്ടെന്നൊക്കെ പറയൂ.